നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ബീമിലുണ്ടാവുന്ന ഒരു ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ലോപ്പും ഡിഫ്ലക്ഷനും എന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ബീം എന്ന് പറയുന്നത് കാൻഡിലിവർ വിത്ത് പോയിന്റ് ലോഡ് W അറ്റ് എ ഡിസ്റ്റൻസ് L1 ഫ്രം ദ ഫിക്സഡ് എൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിലിവർ ബീമാണ്. അതിൽ പോയിന്റ് ലോഡ് W ആക്ട് ചെയ്യുന്നുണ്ട്. ആ ബീമിൻ്റെ ഫിക്സഡ് എൻഡിൽ നിന്നും L1 ഡിസ്റ്റൻസ് മാറി ഒരു ലോഡ് W ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ലോപ്പും ഡിഫ്ലക്ഷനും ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ഒരു കാൻഡിലിവർ ബീം. ഒരു എൻഡ് ഫിക്സഡ് ആണ്, ഒരു എൻഡ് ഫ്രീ ആണ്. പോയിന്റ് ലോഡ് ഇവിടെ W ആക്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് നമ്മൾ C എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ ആ കാൻഡിലിവർ ബീമിൻ്റെ നെയിം AB. ഈ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ C എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ കാൻഡിലിവർ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് ക്യാപിറ്റൽ L ആണ്. ഈ ഒരു സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ X എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നു. ഈ സെക്ഷൻ വരെ ഫിക്സഡ് എൻഡിൽ നിന്നും സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് X. പിന്നെ ഈ ഫിക്സഡ് എൻഡിൽ നിന്ന് നമ്മുടെ ലോഡ് വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ L1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് നമ്മുടെ W ലോഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L1 മൈനസ് X ആയിരിക്കും. ഓക്കെ, ടോട്ടൽ L1 ആണ്, സെക്ഷൻ വരെ X ആണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L1 മൈനസ് X ആയിരിക്കും. അപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടോട്ടൽ L ആണ് അല്ലേ, ഇത്രയും L1 ആണ്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L മൈനസ് L1 ആയിരിക്കും. പിന്നെ ഇത് കാണിച്ചിരിക്കുന്നത് ആ ബീമിനുണ്ടായിരിക്കുന്ന ഡിഫ്ലക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. തീറ്റ C എന്ന് പറയുന്നത് ഈ ഒരു ബീമിൽ C പോയിന്റിലുണ്ടായിരിക്കുന്ന സ്ലോപ്പിനെയാണ് നമ്മൾ തീറ്റ C എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് നമ്മൾ C' എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. C ഡാഷ് എന്നാണ് ഈ ഒരു സിയിലുണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് ഈ C എന്ന് പറയുന്നത്, ഇത്രയും ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് C റിഫ്ലക്റ്റഡ് കർവിലെ ആ പോയിന്റിനെ നമ്മൾ C' എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കാൻഡിലിവർ ബീമിന് സിയിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ C' ആയിരിക്കും. അതുപോലെ ഇവിടെ ബിയിലുണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് BB'. മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് BB' ആയിരിക്കും, അല്ലെങ്കിൽ YB ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ തീറ്റ C തന്നെ ആയിരിക്കും തീറ്റ B എന്ന് പറയുന്നത്. സിയിലുണ്ടാകുന്ന സ്ലോപ്പ് തന്നെയായിരിക്കും ബിയിലുണ്ടാകുന്നത്. കാരണം ദർ ഇസ് നോ ബെൻഡിങ് മൊമെൻറ്റ് ബിറ്റ്വീൻ C ആൻഡ് B. സിക്കും ബിക്കും ഇടയ്ക്ക് മറ്റ് ലോഡുകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ബെൻഡിങ് മൊമെൻറ്റ് തീറ്റ സിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. വേറെ മറ്റ് ബെൻഡിങ് മൊമെൻറ്റുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തീറ്റ C ഈസ് ഈക്വൽ ടു തീറ്റ B ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ ഈ സെക്ഷൻ XX കൺസിഡർ ചെയ്യാം. നമ്മൾ എല്ലാ കേസിലും പറയുന്ന പോലെ സെക്ഷൻ XXൽ ഡെവലപ്പ് ചെയ്യുന്ന മൊമെൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ മൊമെൻറ്റിനെ നമ്മൾ MX എന്ന് ഡിനോട്ട് ചെയ്യുന്നു. MX ഇവിടെ എന്ത് വരും? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? W ആണ്. ആ W XX വരെ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് വെച്ച് നമ്മൾ W മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെൻറ്റ് കിട്ടും. അപ്പോൾ ഈ Wയും XXും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്താണ്? L1 മൈനസ് X ആണ് അല്ലേ. L1 മൈനസ് X ഡിസ്റ്റൻസ് മാറിയാണ് നമ്മൾ W ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മൊമെൻറ്റ് എന്ത് വരും? W എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ MX ഇസ് ഈക്വൽ ടു minus W into L minus X. That is the moment produced at the XX section. Okay. ഇനി മൊമെൻ്റ് എന്താണ്? അല്ലെ ഫ്ലക്ഷ്വറൽ ഇക്വേഷൻ ഫോർ മൊമെൻ്റ് എന്താണ്? അതാണ് EI ഇൻറ്റു d²y/dx². മൊമെൻറ്റിൻ്റെ ഫ്ലക്ഷ്വറൽ ഇക്വേഷനാണ് EI ഇൻറ്റു d²y/dx², വിച്ച് ഈസ് ഈക്വൽ ടു -W ഇൻറ്റു L1 മൈനസ് X. ഓക്കെ, നമുക്കിനി ഈ ഇക്വേഷനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ വി ഗെറ്റ്, അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് EI ഇൻറ്റു d²y/dx² ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് -W ഇൻറ്റു L1 മൈനസ് X അല്ലേ. അങ്ങനെ വരില്ലേ? നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കോൺസ്റ്റൻറ്റ്? EI കോൺസ്റ്റൻ്റ് ആണ്, W കോൺസ്റ്റൻ്റ് ആണ്. അതിനെ രണ്ടിനെ നമ്മൾ ഇൻ്റഗ്രലിന് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ EI ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് d²y/dx² മൈനസ് W ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് L1 മൈനസ് X എന്ന് വരും. ഈ L1 മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? L1 മൈനസ് X dx എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതിക്കൂടെ? L1 dx മൈനസ് X dx എന്ന് എഴുതിക്കൂടെ? L1 മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ L1 ഇൻറ്റു dx മൈനസ് X ഇൻറ്റു dx എന്ന് വരും. ഓക്കെ, ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് d²y/dx² എന്താണ്? dy/dx ആണ് അല്ലേ. ഇൻ്റഗ്രൽ ഓഫ് d²y/dx² ഇസ് ഈക്വൽ ടു dy/dx. ഇവിടെ എന്ത് വരും? L1 ഇൻറ്റു dxൻ്റെ ഇൻ്റഗ്രൽ എന്താണ്?
L1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് വരും. അതായത് L1 ഇൻറ്റു എക്സ് എന്ന് വരും ഇല്ലേ. L1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ്, അതായത് L1 ഇൻറ്റു എക്സ്. ഓക്കെ, എക്സ് ഡി എക്സിൻ്റെ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എങ്ങനെ വരും ഇൻറ്റഗ്രേഷൻ? EI ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡബ്ല്യു ഇൻറ്റു L1x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് C1. C1 ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. നമുക്കിതിനെ എങ്ങനെ എഴുതാം? മൈനസ് ഡബ്ല്യു ഇൻറ്റു L1x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? എങ്ങനെ നമുക്ക് എഴുതാം? അതായത് ഈ ഇക്വേഷന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 1 ഈസ് EI ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു L1x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് C1. C1 ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇനി നമുക്ക് ഈ C1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. C1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എല്ലായിടത്തെയും പോലെ തന്നെ നമ്മൾ ഫിക്സഡ് എൻഡ് കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബീമിൻ്റെ ഫിക്സഡ് എൻഡിൽ എക്സ് 0 ആണ്, y 0 ആണ്, അതുപോലെ ഡി വൈ ബൈ ഡി എക്സും 0 ആണ്. ആ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്ത കാൻഡിലിവർ ബീമിൽ എക്സും 0 ആണ് ഫിക്സഡ് എൻഡിൽ, വൈയും 0 ആണ്, അതുപോലെ ഡി വൈ ബൈ ഡി എക്സും 0 ആണ്. ആ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് C1 കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഫിക്സഡ് എൻഡിൽ എങ്ങനെയാണ് നമ്മൾ ആ ഫിക്സഡ് എൻഡ് കണ്ടീഷൻ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. എക്സ് ഇസ് ഇക്വൽ ടു 0, y is equal to 0 and dy by dx is equal to 0. നമ്മുടെ ഇക്വേഷൻ 1 എങ്ങനെ വരും? നമ്മുടെ ഇക്വേഷൻ 1 ഇതാണ് അല്ലേ. EI ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു L1x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് C1 ആണ് നമ്മുടെ ഇക്വേഷൻ 1. അവിടെ ഫിക്സഡ് എൻഡ് കണ്ടീഷനിൽ ഡി വൈ ബൈ ഡി എക്സ് 0 ആണ്. അതായത് EI ഇൻറ്റു 0, ഈ ഒരു ടൈം കംപ്ലീറ്റ് 0 ആണ്. അതുപോലെ ഇവിടെ എന്ത് വരും? L1 ഇൻറ്റു എക്സ് 0 ആണ്. അതുകൊണ്ട് ഈ ഒരു ടേം 0 വരും. എക്സ് സ്ക്വയർ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 0 പ്ലസ് C1. അപ്പോൾ ഈ കംപ്ലീറ്റ് ഈ ടേമുകൾ 0 ആകും. C1 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ കിട്ടിയ ആ C1നെ നമ്മൾ ഇക്വേഷൻ 1ലേക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ 1? EI ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു L1x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 0 എന്ന് വരത്തില്ലേ? ഓക്കെ, നോക്കിക്കേ, നമ്മൾ C1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞത് EI ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡബ്ല്യു ഇൻറ്റു L1x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 0, ദാറ്റ് ഈസ് ഇക്വേഷൻ 2. നമ്മൾ ഈ ഒരു ഇക്വേഷനെ ഇക്വേഷൻ 2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ ഇക്വേഷൻ 2 ആണ് നമുക്ക് സ്ലോപ്പിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അല്ലെങ്കിൽ ദിസ് ഇക്വേഷൻ ഗീവ്സ് ദ സ്ലോപ്പ് അറ്റ് ബി. മനസ്സിലായോ? ഫിക്സഡ് എൻഡിൽ അല്ല ഫിക്സഡ് കാൻഡിലിവർ ബീമിൻ്റെ ബിയിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ലോപ്പിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ 2നെ വീണ്ടും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓഫ് EI ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മൈനസ് ഡബ്ല്യു ഇൻറ്റു L1x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് C1. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടിയല്ലേ. നമ്മൾ ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 2 വൺസ് അഗെയിൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ഇക്വേഷൻ നമ്പർ 2ൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് EI ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മൈനസ് ഡബ്ല്യു ഇൻറ്റു L1x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇൻ്റഗ്രൽ ഓഫ് EI ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് L1x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. എന്താണ് ഇവിടെ ഡി വൈ ബൈ ഡി എക്സിന് ഇൻ്റഗ്രൽ? EI കോൺസ്റ്റൻ്റ് ആണ്, നമുക്കതുകൊണ്ട് ഇൻ്റഗ്രലിന് പുറത്തേക്ക് എടുക്കാം. അപ്പം EI ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് y. ഓക്കെ, ഇവിടെ എന്ത് വരും? നമ്മൾക്ക് ഇവിടെ ഈ മൈനസ് ഡബ്ല്യുവിനെ നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ മൈനസ് ഡബ്ല്യു ഇൻറ്റു L1 കോൺസ്റ്റൻ്റ് ആണ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 ആണ് അല്ലേ. എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് മൈനസ് ഡബ്ല്യു ഇൻറ്റു L1 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എന്ത് വരും? ഈ ഒരു മൈനസ് ഡബ്ല്യു മൈനസും കൂടെ ആകുമ്പോൾ പ്ലസ് ആകും അല്ലേ. പ്ലസ് ഈ ഡബ്ല്യു ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ. ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? എക്സ് ക്യൂബ് ബൈ 3. ഈ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ WX3/6 എന്ന് കിട്ടും ഈ ഒരു ടേം. പിന്നെ C2 is the constant of integration. ഓക്കെ, അപ്പം EI ഇൻറ്റു y is equal to മൈനസ് W ഇൻറ്റു L1x²/2 പ്ലസ് W/2 ഇൻറ്റു WX3/6 പ്ലസ് C2 എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 3 കണ്ടോ?
ഇ ഐ ഇൻറ്റു വൈ, ഇവിടെ വീണ്ടും നമ്മൾ ഡബ്ല്യുവിനെ പുറത്തോട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. ഇ ഐ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു L1 x² / 2 മൈനസ് S³ / 6 പ്ലസ് C2. നമുക്കിനി C2 കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെയും നമ്മൾ ഫിക്സഡ് എൻഡ് കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. ഫിക്സഡ് എൻഡിൽ x is equal to 0 ആണ്, y is equal to 0 ആണ്, അതുപോലെ dy/dx 0 ആണ്. ഈ കണ്ടീഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും? y is equal to 0 അല്ലേ. അപ്പോൾ ഇ ഐ ഇൻറ്റു വൈ എന്ന് പറഞ്ഞത് 0 ആകും. മൈനസ് ഡബ്ല്യു ഇൻറ്റു L1 ഇൻറ്റു 0² / 2 x is equal to 0. അപ്പോൾ ഈ ഒരു ടേമും 0 ആകും. മൈനസ് 0³ / 6 ഈ ഒരു ടേമും 0 ആകും. ഫൈനലി നമുക്ക് C2 is equal to 0 എന്ന് കിട്ടും. ഓക്കെ, നോക്കിക്കേ കണ്ടോ. അറ്റ് ഫിക്സഡ് ആൻഡ് x is equal to 0 and y is equal to 0, substituting in equation 3 we get C2 is equal to 0. ഇനി നമ്മൾ ഈ C2ൻ്റെ വാല്യൂവിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3യിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇക്വേഷൻ നമ്പർ 3 എന്ത് വരും? ഇ ഐ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു L1 x² / 2 മൈനസ് S³ / 6 പ്ലസ് 0 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഇക്വേഷൻ ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, നോക്കിക്കേ നമുക്ക് എങ്ങനെ കിട്ടും? ഈ C1ൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇക്വേഷൻ 1 ഗീവ്സ് ഇ ഐ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു L1 x² / 2 മൈനസ് S³ / 6. ഓക്കെ, ദാറ്റ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 4. ഈ ഇക്വേഷൻ നമ്പർ 4ൽ നിന്നാണ് നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണ്ടേ. അപ്പം C1 സിയിലെ അല്ലെങ്കിൽ C1ലെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കിക്കേ, നമ്മുടെ ഫിഗറിൽ ഇതാണ് C അല്ലേ. സിയിലുണ്ടാകുന്ന സ്ലോപ്പ് അല്ലെങ്കിൽ തീറ്റ C എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2ൽ നമ്മൾ ഈ ഒരു C വരെ ഫിക്സഡ് എൻഡിൽ നിന്നും C വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്, ആ ഡിസ്റ്റൻസ് എക്സിന് പകരം നമ്മൾ ആ ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. മനസ്സിലായോ? നമുക്ക് സിയിലെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ 2ൽ x is equal to L1, കാരണം ഫിക്സഡ് എൻഡിൽ നിന്ന് C വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L1 ആണ്. x is equal to L1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് തീറ്റ സിയിലെ സ്ലോപ്പ് നമുക്ക് കിട്ടും. എങ്ങനെയാണെന്ന് നോക്കാം. To determine slope at C, substitute x is equal to L1 in equation number 2. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇവിടെ ഇ ഐ ഇൻറ്റു dy/dx മൈനസ് ഡബ്ല്യു ഇൻറ്റു L1x മൈനസ് S² / 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് x is equal to L1. അപ്പോൾ എങ്ങനെ വരും? മൈനസ് ഡബ്ല്യു ഇൻറ്റു L1 ഇൻറ്റു L1 മൈനസ് L1² / 2 എന്ന് വരത്തില്ലേ. ഇവിടെ dy/dx എന്ന് പറയുന്നത് സ്ലോപ്പാണ്, അതായത് അറ്റ് സിയിലെ ആയതുകൊണ്ട് dy/dx ഈസ് ടേക്കൺ ആസ് തീറ്റ C. ഓക്കെ, ഇ ഐ ഇൻറ്റു തീറ്റ C ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു L1² മൈനസ് L1² / 2. ഓക്കെ, ഇവിടെ എങ്ങനെ വരും? മൈനസ് ഡബ്ല്യുവിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ബ്രാക്കറ്റിനുള്ളിലേക്ക്. മൈനസ് ഡബ്ല്യു ഇൻറ്റു L1² പ്ലസ് ഡബ്ല്യു ഇൻറ്റു L1² / 2 വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു തീറ്റ C. നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ എന്ത് വരും? മൈനസ് 2 ഇൻറ്റു ഡബ്ല്യു L1² പ്ലസ് ഡബ്ല്യു L1² ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് മൈനസ് 2 ഡബ്ല്യു L1² പ്ലസ് ഡബ്ല്യു L1² എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഡബ്ല്യു L1² ആണ് അല്ലേ. അപ്പോൾ ഇ ഐ ഇൻറ്റു തീറ്റ C ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു L1² ബൈ 2. അപ്പോൾ ഇതിൽ നിന്ന് തീറ്റ C എന്ത് കിട്ടും? തീറ്റ C ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു L1² ബൈ ഇ ഐ എന്ത് ചെയ്യും? ഇ ഐ താഴേക്ക് വരും അല്ലേ, റൈറ്റിലോട്ട് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ തീറ്റ C ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു L1² ബൈ 2E1. ഓക്കെ, നമുക്ക് പോയിന്റ് സിയിലെ സ്ലോപ്പാണ്. ഒരു കാൻഡിലിവർ ബീമിൽ ഡബ്ല്യു പോയിന്റിലോട് ആക്ട് ചെയ്യുന്നത് പോയിന്റ് സിയിലാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ലോപ്പ് എന്ന് പറയുന്നതാണ് തീറ്റ C വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു L1² ബൈ 2E1. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞില്ലേ, സ്ലോപ്പ് അറ്റ് C ഈസ് ഈക്വൽ ടു സ്ലോപ്പ് അറ്റ് B, കാരണം ദർ ഇസ് നോ ബെൻഡിങ് മൊമെൻറ്റ് ബിറ്റ്വീൻ B ആൻഡ് C. ബിക്കും സിക്കും ഇടയ്ക്ക് മറ്റ് ബെൻഡിങ് മൊമെൻറ്റുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തീറ്റ B ഈസ് ഈക്വൽ ടു തീറ്റ C ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു L1² ബൈ 2E1. ഓക്കെ, ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതുപോലെ തന്നെ നമ്മുടെ ഇക്വേഷൻ നമ്പർ 4ൽ എക്സിൽ നമ്മൾ L1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ കിട്ടും. കാരണം അറ്റ് C എന്ന് പറഞ്ഞത് ഫിക്സഡ് എൻഡിൽ നിന്നും L1 ഡിസ്റ്റൻസ് മാറിയാണ് C അല്ലേ. നമ്മൾ സ്ലോപ്പിൽ ചെയ്തതുപോലെ തന്നെ ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 4ൽ എക്സിന് പകരം നമുക്ക് x is equal to L1 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 4 നോക്കാം.
നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇ ഐ ഇൻറ്റു വൈ സി ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു L1 എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എസ് ക്യൂ ബൈ 6. ഓക്കെ, നമുക്കിവിടെ എക്സിന് നമ്മൾ L1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇ ഐ ഇൻറ്റു വൈ സി ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു L1 സ്ക്വയർ ബൈ 2 മൈനസ് L1 ക്യൂ ബൈ 6. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ഇ ഐ ഇൻറ്റു വൈ സി ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു L1 ക്യൂ ബൈ 2 മൈനസ് L1 ക്യൂ ബൈ 6 എന്ന് കിട്ടും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ഡബ്ല്യു ഇൻറ്റു 6 ഇൻറ്റു L1 ക്യൂബ് മൈനസ് 2 ഇൻറ്റു L1 ക്യൂബ് ബൈ 12 എന്ന് വരത്തില്ലേ? ഇ ഐ ഇൻറ്റു വൈ സി ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു 6 L1 ക്യൂബ് മൈനസ് 2 L1 ക്യൂബ് ബൈ 12 എന്ന് കിട്ടും. അപ്പോൾ എന്ത് വരും ഇവിടെ? ഇ ഐ ഇൻറ്റു വൈ സി ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു 6 L1 ക്യൂബ് മൈനസ് 2 L1 ക്യൂബ് എന്ന് പറയുന്നത് 4 L1 ക്യൂബ് ബൈ 2. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും അല്ലേ? ഇവിടെ താഴെ 3 വരും. അപ്പോൾ ഇ ഐ ഇൻറ്റു വൈ സി ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു L1 ക്യൂബ് ബൈ 3. ഓക്കെ, ഇപ്പം വൈ സി എന്താണ്? ഇ ഐ റൈറ്റിലേക്ക് പോകുമ്പോൾ വൈ സി ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു L1 ക്യൂബ് ബൈ 3EI. ദിസ് ഇസ് ദ ഡിഫ്ലക്ഷൻ അറ്റ് സി. സിയിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് വൈ സി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബിയിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, നമുക്ക് ബിയിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ വൈ ബി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? വൈ ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? ബി ഡി പ്ലസ് ഡി ബി ഡാഷ് എന്ന് വരും വൈ ബി. ഈ ബി ഡി നമുക്ക് സി സി ഡാഷ് എന്ന് കൊടുത്തൂടെ? ഈ സി സി ഡാഷ് തന്നെയല്ലേ ബി ഡി എന്ന് പറഞ്ഞത്? ഓക്കെ, അപ്പം നമുക്ക് വൈ ബി എന്ത് വരും? ബി ഡി പ്ലസ് ഡി ബി ഡാഷ് അല്ലെങ്കിൽ സി സി ഡാഷ് പ്ലസ് ബി ഡി ബി ഡാഷ് എന്ന് വരും അല്ലേ? അപ്പോൾ സി സി ഡാഷ് എന്താണ്? സി സി ഡാഷ് ആണ് വൈ സി. അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മൾ കണ്ടുപിടിച്ചില്ലേ വൈ സി എന്ന് പറഞ്ഞതാണ് ഇത്രയും. സി സി ഡാഷിന് നമ്മൾ വൈ സിയുടെ വാല്യൂ കൊടുക്കും. ഓക്കെ, മനസ്സിലായോ? വൈ ബി is equal to ബി ഡി പ്ലസ് ഡി ബി ഡാഷ്, ബി ഡി is equal to സി സി ഡാഷ്, സി സി ഡാഷ് is equal to വൈ സി. പിന്നെ ഇവിടെ നമ്മുടെ തീറ്റ സി ആംഗിൾ ഉണ്ട് അല്ലേ? ഇവിടെ തീറ്റ സി ആണ്. ആ തീറ്റ സി തന്നെയാണ് ഇവിടെ വന്നത്. സിയിലെ ആംഗിളാണ് തീറ്റ സി അല്ലെങ്കിൽ നമ്മുടെ സ്ലോപ്പ്. ഇവിടെ നമുക്ക് ടാൻ തീറ്റ സി എന്ത് കിട്ടും? ടാൻ തീറ്റ സി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് അല്ലേ? അതായത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ബി ഡാഷ് ഡി ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ സി ബി ഡാഷ് ആണ്. നമുക്കതിവിടെ ആവശ്യമുണ്ട്. ടാൻ തീറ്റ സി ഇസ് ഈക്വൽ ടു ബി ഡാഷ് ഡി ബൈ സി ബി ഡാഷ്. നമുക്കത് എന്തിനാണെന്ന് അടുത്ത സ്റ്റെപ്പിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈ ബി, നമ്മളിപ്പം ഫിഗറിൽ നിന്ന് പറഞ്ഞില്ലേ വൈ ബി ഇസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ഡി ബി ഡാഷ് ആണ്. ബി ഡി എന്ന് പറഞ്ഞാൽ സി സി ഡാഷ് ആണ്. സോ വൈ ബി ഇസ് ഈക്വൽ ടു സി സി ഡാഷ് പ്ലസ് ഡി ബി ഡാഷ് എന്ന് എഴുതാം. ബി ഡി ഇസ് ഈക്വൽ ടു സി സി ഡാഷ്. ഇപ്പോൾ സി സി ഡാഷ് എന്ത് വരും? സി സി ഡാഷ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വൈ സി എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു L1 ക്യൂബ് ബൈ 3EI. അപ്പോൾ നമ്മളത് വൈ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മളതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ കാര്യം പറഞ്ഞു. ടാൻ തീറ്റ സി എന്താണെന്ന് പറഞ്ഞു? ഡി ബി ഡാഷ് ബൈ ഡി സി ഡാഷ് ആണ് നമ്മൾ ഫിഗറിനകത്തു നിന്ന് പറഞ്ഞു. അപ്പോൾ ഡി ബി ഡാഷ് എന്ത് വരും? ഡി സി ഡാഷ് ഇൻറ്റു ടാൻ തീറ്റ സി. ഓക്കെ, ഡി സി ഡാഷ് എന്ന് പറഞ്ഞത് ബി സി ആണ്. എങ്ങനെയാണത്? നോക്കിക്കേ, ഡി സി ഡാഷ് എന്ന് പറഞ്ഞത് ബി സി അല്ലേ? ബി സി ഇസ് ഈക്വൽ ടു ഡി സി ഡാഷ്. അത് നമ്മളവിടെ പറഞ്ഞത്. ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ മൈനസ് L1 ആണ്. നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനാണ്. ഫിഗറിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുക. ബി സി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി സി ഡാഷ് ഇസ് ഈക്വൽ ടു ബി സി, ദാറ്റ് ഇസ് ഈക്വൽ ടു എൽ മൈനസ് L1 ഉണ്ടോ? ഡി സി ഡാഷ് ഇസ് ഈക്വൽ ടു ബി സി ആണ്. സോ ഡി ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി സി ടാൻ തീറ്റ സി എന്ന് എഴുതാം അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ഡി സി ഡാഷ് ഇസ് ഈക്വൽ ടു ബി സി. സോ ഡി ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി സി ഇൻറ്റു ടാൻ തീറ്റ സി. ഇവിടെ ടാൻ തീറ്റ സിയെ നമുക്ക് തീറ്റ സി എന്ന് എടുക്കാം. കാരണം തീറ്റ സി ഈസ് വെരി സ്മോൾ. തീറ്റ സി വളരെ ചെറിയ വാല്യൂ ആയതുകൊണ്ട് ടാൻ തീറ്റ സിയെ നമുക്ക് തീറ്റ സി എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഡി ബി ഡാഷ് എന്ത് വരും? ഡി ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി സി ഇൻറ്റു തീറ്റ സി എന്ന് വരും അല്ലേ? ഡി ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി സി ഇൻറ്റു തീറ്റ സി. അതായത് ഡി ബി ഡാഷ് എന്ന് പറഞ്ഞാൽ വൈ ബി ആണ്. അതായത് അപ്പോൾ ഡി ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സി ഇൻറ്റു തീറ്റ സി. നമുക്ക് ടാൻ തീറ്റ സിക്ക് പകരം നമുക്ക് തീറ്റ സി സ്മോൾ ആയതുകൊണ്ട് തീറ്റ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഡി ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി സി ഇൻറ്റു തീറ്റ സി. അപ്പോൾ നമ്മുടെ വൈ ബി എന്താണ്? വൈ ബി ഇസ് ഈക്വൽ ടു സി സി ഡാഷ് പ്ലസ് ഡി ബി ഡാഷ് ആണ് അല്ലേ? വൈ ബി ഇസ് ഈക്വൽ ടു സി സി ഡാഷ് പ്ലസ് ഡി ബി ഡാഷ് ആണ്. ഓക്കെ, സി സി ഡാഷ് എന്ന് പറഞ്ഞാൽ വൈ സി ആണ്. നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഡി ബി ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു ബി സി ഇൻറ്റു ടാൻ തീറ്റ സി ആണ്. ഓക്കെ, നമുക്കിനി ഇതിലേക്ക് വൈ സിയും ബി സി തീറ്റ സി ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നോക്കിക്കേ, വൈ ബി എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? വൈ ബി ഇസ് ഈക്വൽ ടു വൈ സി പ്ലസ് ബി സി ഇൻറ്റു തീറ്റ സി എന്ന് പറഞ്ഞു. അതായത് വൈ സി എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. മൈനസ് ഡബ്ല്യു
L1Q/3A ആണ്. ബി സി എന്താണ്? ഫിഗറിനകത്തുനിന്ന് L-L1. ബി സി ഈസ് L-L1 ആൻഡ് തീറ്റ സി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. കഴിഞ്ഞ സ്റ്റെപ്പുകളിൽ കണ്ടുപിടിച്ചു. -WL12/2EI എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അപ്പോൾ YB കിട്ടി. ഡിഫ്ലക്ഷൻ അറ്റ് B when a concentrated load W at a distance from fixed end of a cantilever beam. That case YB, deflection at free end, is equal to